ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ ലോട്ടറി എന്ന് പറയുന്ന ഷേർലി ജാക്സൺ എന്ന അമേരിക്കൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. സോ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ ലോട്ടറി, നമ്മളിവിടെയൊക്കെ കാണുന്ന ലോട്ടറി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ച് മാറ്റം വരുത്തിയ രൂപത്തിലുള്ള ഒരു ലോട്ടറിനെ കുറിച്ചുള്ള ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു ലോട്ടറി ലോട്ടിങ്, അതിൻ്റെ നറുക്കെടുപ്പ്, ആ സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറിയാണ് ഷേർലി ജാക്സന്റെ. ഇത് ഷെറിൽ ജാക്സൺ എന്നാണ്, ഷേർലി ജാക്സൺ എന്നാണ് കേട്ടോ, SHIRLY. ആ മെറ്റീരിയൽ തെറ്റാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ദ ലോട്ടറി നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ നിങ്ങൾ കോമൺ ആയിട്ട് അറിയുന്ന ലോട്ടറി തന്നെ മനസ്സിലാലോചിച്ചാൽ മതി. ഒരു ഗ്രാമത്തിൽ എന്ത് ചെയ്യാണ്, കുറേ പേര് ചേർന്നിട്ട് നറുക്കെടുത്തിട്ട് ഒരു ലോട്ടറി എടുക്കുകയാണ്. ആ നറുക്ക് കിട്ടുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ആ പൈസ എടുക്കാം. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ജീവിച്ചു വരുന്ന ഒരു ടൗൺ, ആ ടൗണിലെ കുറച്ച് സംഭവ വികാസങ്ങളെ കുറിച്ചും ആ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചൊക്കെയാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഷേർലി ജാക്സൺ പറയുന്നത്. 1948 ദ ലോട്ടറി എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് കുറേയധികം പ്രൈസുകളും കുറേയധികം അവാർഡ്സുകളൊക്കെ ഷേർലി ജാക്സണ് ദ ലോട്ടറി എന്ന വർക്കിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. സോ നമുക്ക് സമ്മറിയിലേക്ക് പോവാം. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കഥ മനസ്സിലാക്കി തരിക എന്നുള്ള രീതിയിലല്ല ഞാനിത് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു ഓവറോൾ മെറ്റീരിയൽ എന്നുള്ള രീതിയിലാണ് ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് രൂപത്തിൽ സമ്മറി പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് Lottery by Shirley Jackson. The villagers of a small town gathered together in the square on June 27, a beautiful day for the town lottery. എന്ത് ചെയ്യണം, ഒരു ഗ്രാമത്തിലെ അവിടുത്തെ നിവാസികളെല്ലാം കൂടി ജൂൺ 27 എന്ന് പറയുന്ന ഒരു ദിവസം ആ ലോട്ടറി നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ടൗൺ സ്ക്വയറിൽ ഒരു കോമൺ ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട്. In other towns, the lottery takes longer, but there are only 300 people in this village, so the lottery takes only 2 hours. ഇപ്പോൾ ബാക്കിയുള്ള ടൗണിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, മീൻസ് കുറേ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ ടൗണിൽ, ഇവർ ജീവിക്കുന്ന ഈ ടൗണിൽ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വളരെ കുറവാണ്, വെറും 300 പേരെയാണ് ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ലോട്ടറി എടുക്കുന്ന പ്രോസസ്സ് വെറും 2-3 മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ തന്നെ വിജയി അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വില്ലേജ് ചിൽഡ്രൻ ഹു ഹാവ് ജസ്റ്റ് ഫിനിഷ് സ്കൂൾ ഫോർ ദ സമ്മർ റൺ അറൌണ്ട് കളക്ടിങ് സ്റ്റോൺസ്. എന്ത് ചെയ്യാണ്, അവിടെയുള്ള കുട്ടികൾ അങ്ങനെ സമ്മർ വെക്കേഷൻ ഒക്കെയാണ്, ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കളിച്ചുകൊണ്ട് അവിടെ കല്ലുകളൊക്കെ പെറുക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ദേ പുട്ട് ദ സ്റ്റോൺസ് ഇൻ ദിയർ പോക്കറ്റ് ആൻഡ് മേക്ക് എ പൈൽ ഇൻ ദ സ്ക്വയർ. അവരെന്ത് ചെയ്യണം, കല്ലുകളൊക്കെ ശേഖരിച്ചിട്ട് അവർ പോക്കറ്റിൽ സ്വരൂപിച്ച് വെച്ചിട്ട് ഒരു സ്ക്വയർ രൂപത്തിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. Men gather next, followed by the woman. Parents call their children over and families stand together. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ലോട്ടറി എടുക്കാൻ വേണ്ടി പോകണം. വെറും 300 പേരേ ഉള്ളൂ, 2 മണിക്കൂറിന്റെ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞു. എന്ത് ചെയ്യാണ്, പുരുഷന്മാരൊക്കെ അവരുടെ ബിലാവിഡിനെ അമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ അവർ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഒന്നിച്ചുകൂടി, കുട്ടികൾ അവിടെ ആൾറെഡി ഇരിക്കുന്നുണ്ട്. അച്ഛനമ്മമാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ മക്കളെയും ഈ ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ സ്ക്വയറിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ഓക്കെ, എല്ലാ ഫാമിലീസും ഒന്നിച്ചു കൂടിയിട്ട് ഈ ലോട്ടറി എടുക്കാൻ പോവാണ്. മിസ്റ്റർ സമ്മർ റൺസ് എ ലോട്ടറി ബിക്കോസ് ഹി ഹാസ് എ ലോട്ട് ഓഫ് ടൈം ടു ഡു തിങ്സ് ഫോർ ദ വില്ലേജ്. അപ്പോൾ മിസ്റ്റർ സമ്മർ എന്ന് പറയുന്ന ആളാണ് ഈ ലോട്ടറി എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ലോട്ടറിയുടെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ. മൂപ്പർക്ക് വേറെ പണിയൊന്നുമില്ല, ബാക്കിയുള്ളവരെ പോലെ ജോലിയൊന്നും ഇല്ലാതെ, ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന ഒരാളാണ്. മൂപ്പരുടെ ആകെ ഒരു ഹോബി അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് ഈ ലോട്ടറി എടുക്കുക എന്നുള്ളതാണ്. മൂപ്പരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഹി അറൈവ്സ് ഇൻ ദ സ്ക്വയർ വിത്ത് എ ബ്ലാക്ക് ബോക്സ് ഫോളോഡ് ബൈ മിസ്റ്റർ ഗ്രേവ്സ് ദ പോസ്റ്റ് മാസ്റ്റർ. അപ്പൊ എന്ത് ചെയ്യണം, മൂപ്പര് കയ്യിൽ ഒരു കറുത്ത പെട്ടി, ആ ലോട്ടറി ഇട്ടിട്ടുള്ള ആ കറുത്ത പെട്ടി എടുത്തിട്ട് പോസ്റ്റ്മാൻ്റെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ക്വയറിലേക്ക് എല്ലാവരും ഇരിക്കുന്ന ലോട്ടറി എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്നുണ്ട്. ദിസ് ബ്ലാക്ക് ബോക്സ് ഈസ് നോട്ട് ദ ഒറിജിനൽ ബോക്സ് യൂസ് ഫോർ ദ ലോട്ടറി ബിക്കോസ് ദ ഒറിജിനൽ വാസ് ലോസ്റ്റ് മെനി ഇയേഴ്സ് അഗോ. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് ഞാൻ പറഞ്ഞു ലോട്ടറി ഇട്ട് വെച്ചാൽ ഇതായിരുന്നില്ല ആക്ച്വലി ലോട്ടറി ഇട്ട് വെക്കുന്ന ബോക്സ്. അതിന്റെ ഒറിജിനൽ ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുള്ള, കുറച്ചുകൂടെ ഫേർണിഷിംഗ് ഉള്ള ഒന്നായിരുന്നു. അതെന്ത് ചെയ്തു, കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടു. അതിന് താൽക്കാലികം, അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ആണ്, ലോട്ടറി സൂക്ഷിക്കാൻ. ഓക്കെ, ഈവൻ ബിഫോർ ടൗൺ എൽഡർ ഓൾഡ് മാൻ വാർണർ വാസ് ബോൺ. എങ്ങനെയാണ് പെട്ടി എന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ടൗണിലെ തന്നെ ഏറ്റവും മുതിർന്ന പൗരനായ ആള് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ പെട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരാരും അത് കണ്ടിട്ട് പോലുമില്ല. Mr. Summer always suggests that they make a new box because the current one is shabby. ഈ സമ്മർ എന്ന് പറയുന്ന ലോട്ടറി നടത്തിപ്പുകാരൻ എന്ത് പറയുന്നുണ്ട്, നമുക്ക് ഈ പെട്ടി എപ്പോഴെങ്കിലും ഒന്ന് മാറ്റണം, ഈ പെട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്, അല്ലെ, കാണാൻ വൃത്തിയൊന്നുമില്ല, ഭംഗിയൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ലോട്ടറി ഉണ്ടാക്കാൻ നമുക്കൊരു പുതിയ പെട്ടി ഉണ്ടാക്കണം എന്ന് നാട്ടുകാരോട് എപ്പോഴും പറയാറൊക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് നോ വൺ വാണ്ട്സ് ടു ഫൂൾ അറൗണ്ട് വിത്ത് ട്രഡീഷൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പണ്ട് തൊട്ടേ
പിന്നോട്ട് തുടർന്ന് വരുന്ന ഒരു ട്രഡീഷനാണ് ഈ ബ്ലാക്ക് ബോക്സ്. അവർ കാണുന്ന തൊട്ടേ ബ്ലാക്ക് ബോക്സ് ആണ്. അപ്പോൾ ഇത് ട്രഡീഷനെ മാറ്റണ്ട എന്നുള്ള രീതിയിൽ അവർ ആദ്യം അത് കേൾക്കാറില്ല. ഈ ബ്ലാക്ക് ബോക്സ് തന്നെ മതി എന്നുള്ള മട്ടിലാണ് അവർ ജീവിക്കാറ്. ഓക്കെ. Mr. Summer did, however, convince the villagers to replace the traditional wood chips with slips of paper. അപ്പോൾ പണ്ട് കാലത്തൊക്കെ വുഡൻ മെറ്റീരിയലായിരുന്നു ആളുകളുടെ പേര് എഴുതി ലോട്ട് എടുത്തിരുന്നത്. പക്ഷെ ആളുകളെ പറഞ്ഞ് സമ്മർ എങ്ങനെയോ സമ്മതിപ്പിച്ചു. എന്ത്, ഇനി നമുക്ക് വുഡിൽ എഴുതിയിട്ട് ലോട്ട് എടുക്കണ്ട, പേപ്പറിൽ തന്നെ എഴുതി എടുത്താൽ മതി. അത് അവർ സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ. മിസ്റ്റർ സമ്മേഴ്സ് മിക്സസ് ഓഫ് ദ സ്ലിപ്സ് ഓഫ് പേപ്പർ ഇൻ ദ ബോക്സ്. ഹി ആൻഡ് മിസ്റ്റർ ഗ്രേവ്സ് മേഡ് ദ പേപ്പേഴ്സ് ദ നൈറ്റ് ബിഫോർ ആൻഡ് ദെൻ ലോക്ക്ഡ് അപ്പ് എ ബോക്സ് മിസ്റ്റർ കോൾ കമ്പനി. ഇപ്പം എന്ത് ചെയ്യണം, മിസ്റ്റർ സമ്മറും മിസ്റ്റർ ഗ്രേവ്സും ഒരു ലേഡിയാണ്, അവർ രണ്ടുപേരും കൂടെയാണ് തലേന്ന് രാത്രി ഇതിൽ പേരുകളൊക്കെ എഴുതി ലോട്ട് എടുത്തിട്ട് ഇട്ടിട്ടുള്ളത്. അവർ രണ്ടുപേരും കൂടെയാണ് അവരുടെ മൂപ്പരുടെ തന്നെ കോൾ കമ്പനിയിൽ ആ ലോട്ട് എടുത്തിട്ട് എല്ലാവരുടെ പേരും എഴുതി ബോക്സിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ തന്നെ നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ട് ഇല്ലേ? ഓക്കെ. ബിഫോർ ദ ലോട്ടറി ക്യാൻ ബിഗിൻ ദേ മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഫാമിലീസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ഇൻ ദ വില്ലേജ്. മിസ്റ്റർ സമ്മർ ഈസ് സോണി. അപ്പൊ എന്ത് ചെയ്യണം, അവര് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വന്നവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. സം പീപ്പിൾ റിമെമ്പർ ദാറ്റ് ഇൻ ദ പാസ്റ്റ് there used to be a song and salute but these have been lost. അപ്പോൾ അവിടെയുള്ള എൽഡേഴ്സ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പണ്ട് കാലത്തൊക്കെ ഈ ലോട്ട് എടുക്കുന്ന സമയത്ത് തമാശകളും ചെറിയ ചെറിയ കവിതകളും പാട്ടുകളും ഒരു ട്രഡീഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് മറന്നു തുടങ്ങിയിട്ടുണ്ട്. Tessie Hutchinson joins the crowd, flustered because she had forgotten that today was the day of the lottery. ഈ ടെച്ചി ഹച്ചിൻസൺ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അത് ലോട്ടറി എടുക്കാന്നുള്ള ദിനാന്ന് പോലും മുപ്പത്തിയാർക്ക് ഓർമ്മയില്ല. She joins her husband and children at the front of the crowd and makes a joke about her late arrival. മൂപ്പര് മുപ്പത്തിയാറ് ലേറ്റ് ആയിട്ട് വന്നിട്ട് ചെറിയൊരു തമാശകളും പറഞ്ഞിട്ട് നേരെ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. മിസ്റ്റർ സമ്മർ ആസ്ക് വെദർ എനിവൺ ഈസ് ആബ്സെന്റ് ആൻഡ് ദ ക്രൗഡ് റെസ്പോണ്ട് ദാറ്റ് ഡംബ ഈസ് നോട്ട് ദ. അപ്പോൾ മിസ്റ്റർ സമ്മർ ഈ ലോട്ടറി നടത്തിപ്പുകാരെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഇവിടെ എത്തിച്ചേരാത്തവരുണ്ടോ, വരാത്തവരുണ്ടോ. അപ്പോൾ ക്രൗഡിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ട്, ഡൺബാർ എന്ന് പറയുന്ന ഒരാൾ എത്തിയിട്ടില്ല. മിസ്റ്റർ സമ്മർ ആസ്ക് ഹു വിൽ ഡ്രോ ഫോർ ഡൺബാർ ആൻഡ് മിസ്സിസ് ഡൺബാർ സേ ഷീ വിൽ ബിക്കോസ് ഷീ ഡസന്റ് ഹാവ് എ സൺ ഹു വുഡ് ഓൾഡ് ഇനഫ് ടു ഡു ഇറ്റ് ഫോർ ഹർ. മിസ്റ്റർ സമ്മർ ആസ്ക് വെദർ ദ വാട്സൺ ബോയ് വിൽ ഡ്രോ ആൻഡ് ഹി ആൻസേഴ്സ് ദാറ്റ് ഹി വിൽ. അപ്പോൾ നമുക്കൊരു ബാട്രിയാർക്കിയുടെ സ്ട്രൈക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ മിസ്റ്റർ ഡൺബാർ അവിടെ ഇല്ല. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് അവർക്ക് മക്കളില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഞാൻ ആ ഡ്രോ എടുത്തോളാം. അപ്പൊ അത് കേട്ട ഭാഗം പോലും നടിക്കാതെ അവിടെയുള്ള വേറെ കുട്ടിയുടെ മകന്റെ ഒരു ചെക്കനോട് ചോദിക്കുന്നുണ്ട്, നീ എടുക്കുമെന്ന്. അപ്പൊ അവൻ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവൻ ആ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്, ഡൺബാറിന്റെ ലോട്ട് എടുക്കാൻ. Mr. Summer reminds everyone about the lottery rules. He'll read names and the family heads come to the draw a slip of paper. No one should look at the paper until everyone has done. അപ്പോൾ ഈ ലോട്ടറിയുടെ റൂൾ എന്താന്ന് പറയുന്നത്, എല്ലാ ഫാമിലിയിൽ നിന്ന് ഒരാളെ വിളിക്കും, അതിൽ നിന്ന് ആ ബോക്സിൽ നിന്ന് ഒരാളെ പേരെടുക്കുക, എല്ലാവർക്കും കിട്ടുന്നത് വരെ, കിട്ടി കഴിയുന്നത് വരെ ആരും ആ പേപ്പർ തുറക്കാൻ പാടില്ല. അതായിരുന്നു റൂള്. Mr. Adam tells Old Man Warner that people in the North Village might stop the lottery and Old Man Warner ridicules young people. He says that giving up the lottery could lead to a returning to living in caves. അപ്പോൾ ഇതൊരു ട്രഡീഷന്റെ ഭാഗമായിട്ടാണ് അവർ നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, നമ്മളെ നെയ്ബറിങ് അടുത്തുള്ള നഗരത്തിലൊക്കെ ഈ ലോട്ടറി എന്നുള്ള സംഭവം നിർത്തിയിട്ടുണ്ട്, നമുക്കിനി പിന്തുടർന്ന് പോകണമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ഒരു പൗരൻ പറയുന്നുണ്ട്, ഈ ലോട്ടറിയുടെ ട്രഡീഷൻ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഗുഹകളിൽ പോയി ജീവിക്കേണ്ടി വരും, അത് നമുക്കൊരു ശാപമായിട്ട് മാറുന്നൊക്കെ തിരിച്ചും പറയുന്നുണ്ട്. Mrs. Adams says the lottery has been given up in their villages. The old man Warner says that's nothing but trouble. അപ്പൊ വേറൊരാൾ പറയുന്നുണ്ട്, മിസ്സിസ് ആഡംസ് പറയുന്നുണ്ട്, ലോട്ടറി ഒക്കെ എല്ലാവരും എടുത്തു കളഞ്ഞിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ലാന്ന്. അപ്പോഴും എൽഡർമാൻ പറയുന്നുണ്ട്, എന്ത്, വാർണർ പറയുന്നുണ്ട്, അതൊരു ശാപമായിട്ട് പറയും, ലോട്ടറി ഒരിക്കലും നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. Mr. Summer finishes calling names and everyone offers his or papers. Word quickly gets around that Bill Hutchinson has got it. ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, എല്ലാവരും എടുത്തു കഴിഞ്ഞു, ഓരോരുത്തരുടെ പേരുകളായിട്ട് വിളിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് മനസ്സിലായത് ബിൽ ഹച്ചിൻസൺ എന്ന് പറയുന്ന ആൾക്കാണ് ലോട്ടറി ലഭിച്ചിട്ടുള്ളത്. Tessie argues that it wasn't fair because Bill didn't have enough time to select a paper. എന്ന് പറയുന്നുണ്ട്. ടെസി എന്ന് പറയുന്ന ഒരു കുട്ടി അപ്പം തന്നെ പറയുന്നുണ്ട്, ഇതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അവന് ശരിക്കും പേപ്പർ ഒന്ന് കളക്ട് ചെയ്യാനുള്ള പോലും ടൈം അവൻ എടുത്തിട്ടില്ല, എന്നിട്ട് കറക്റ്റ് അവന്റെ പേര് തന്നെ അവന് കിട്ടും ചെയ്തു, ഇതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ടെസി അപ്പോഴേ പറയുന്നുണ്ട്, ഒരു ലോക്കൽ ഗേൾ. Mr. Summer asks whether there are any other households in the Hutchinson family and Bill says no because his married daughter draws with her husband's family. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എടുക്കണ്ട, വേറെ ആരെങ്കിലും എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്ത്, എൻ്റെ ഡോട്ടർ ഇവിടെ ഇല്ല, അവൾ ദൂരത്താണ് ഹസ്ബൻഡിൻ്റെ ഒപ്പം താമസിക്കുന്നത്. Mr. Summer asks how many kids Bill has and he answered that he has 3.
ടെസ്സി പ്രൊട്ടസ്റ്റ് again that the lottery was in fair. അപ്പോൾ അവന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ 3 കുട്ടികളുണ്ട് പറയുന്നുണ്ട്. ടെസ്സി എപ്പോഴും പറയുന്നുണ്ട് അവൻ ആ ലോട്ടറി കിട്ടിയാൽ എന്തോ കള്ളക്കളിയുണ്ട്, അത് ഒന്നും കൂടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെതിരെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. Mr. Graves dumps a paper out of the box onto the ground and then puts 5 papers in for the Hutchinsons. As Mr. Summer calls their names, each member of the family comes up and draws a paper. When they open their slips, they find that Tessie has drawn the paper with the black dot on it. Mr. Summer instructs everyone to hurry up. അപ്പോൾ ഈ ടെസി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ആദ്യം ഉടായിപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ പേരിന്റെ മുകളിൽ ഞാൻ സസ്പെൻസ് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്മർ ഒന്നും കൂടെ ലോട്ട് എടുക്കാന്നുള്ള തീരുമാനത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഫാമിലിയിൽ നിന്നും എൽഡേഴ്സിനെ വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിപ്പുകൾ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ when they open their safe and search on the paper with the black dot on it. അപ്പോൾ ടെസ്സി എന്ന് പറയുന്ന കുട്ടിക്ക് ആദ്യം തന്നെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അവൾ എടുക്കാൻ പോകുന്ന പേപ്പറിന് മുകളിൽ അവൾ ആദ്യം തന്നെ ഒരു കറുത്ത ഡോട്ട് എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അവൾ എഴുതിയ പേപ്പർ അവൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി അവൾക്ക് കിട്ടിയെന്ന് അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ആദ്യം എഴുതിയിട്ടപ്പോൾ തന്നെ അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് അത് കിട്ടണം എങ്ങനെയും എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവൾ കള്ളക്കളി ഉണ്ടാക്കി പറഞ്ഞത് എന്ത്, ഹച്ചിൻസൺ എന്തോ ടൈപ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോട്ടറി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാഷ് ഉണ്ടാക്കാൻ നോക്കിയത്. സോ സെക്കൻഡറി ലോട്ട് വന്ന് എങ്ങനെയും അവളുടെ പേര് ഡോട്ട് ഇട്ട പേപ്പർ അവർക്ക് എടുക്കാന്നുള്ള രീതിയിലാണ് അവള് ചെയ്തിട്ടുള്ളത്. ഓക്കെ, Mrs. Summer instructs everyone to hurry up. The villagers grab stones and run toward Tessie, who stands in a clearing in the middle of the crowd. Tessie says that it's not fair and it is in the head of was a stone. Everyone begins stone seto. അപ്പം എന്ത് ചെയ്യാണ്, എല്ലാവരും ഇവളുടെ ടൈപ്പ് കണ്ടെത്തി. ഇവളെ പേരിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവളെ ആദ്യം തന്നെ ബ്ലാക്ക് ഡോട്ട് എടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് ഡോട്ട് അതിൽ നിന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൾക്ക് അവളുടെ പേര് വേഗം കാണുമ്പോൾ എടുക്കുക, അപ്പോൾ ലോട്ടറി അവൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഹച്ചിൻസന് കിട്ടിയപ്പോൾ അതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ടൈപ്പ് കളിച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കിയത്, ലോട്ടറി ഒന്നും കൂടെ ലോട്ട് എടുത്തിട്ട് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവളെല്ലാവരും കല്ലെടുത്തിട്ട് എറിയാൻ തുടങ്ങി. ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ കല്ലെടുത്തിട്ട് അവളെ നെറ്റിക്ക് എറിഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നെ എല്ലാവരും അവളെ കല്ലെടുത്തിട്ട് എറിയാനും ആക്രമിക്കാനൊക്കെ തുടങ്ങുകയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി. ഇപ്പോൾ ഒരു ഗ്രാമവും അവിടെ ഉണ്ടായിരുന്ന ലോട്ടറി ഇൻസിഡൻറ്റും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.